ഞാനിന്നൊരു മലയാളത്തിനൊരു ബ്രഹ്മാണ്ഡ ചിത്രത്തിൻ്റെ ഒരു ഒരു അനൗൺസായിട്ട് വന്നതാണ്. നമുക്കറിയാം 2 ദിവസമായിട്ട് അതിൻ്റെ ഒരു അനൗൺസ് ചാനലിലും മറ്റുമായിട്ട് ഒരുപാട് ആയിട്ടിങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ രണ്ടാമൂഴം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അധികം വൈകാതെ നടക്കുമെന്നാണ് നമ്മുടെ MT സാറിൻ്റെ മകൾ പറഞ്ഞത്. അതായത് MT വാസുദേവൻ നായരായിരുന്നു ആ ചിത്രം രണ്ടാമൂഴം എന്ന ആ ഒരു സംഭവത്തിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം ഒരു തിരക്കഥാരൂപത്തിൽ എന്താണ് സെറ്റാക്കിയിട്ട് അദ്ദേഹം സിനിമയാക്കാനൊക്കെ വിചാരിച്ചിരുന്നതാണ്. നമ്മുടെ ഭീമനായിട്ട് ലാലേട്ടനൊക്കെ അതിൽ അദ്ദേഹം വിചാരിച്ച ടൈമൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ബഡ്ജറ്റ് കാരണം ആ സിനിമ ഇങ്ങനെ നീണ്ട് ഇങ്ങനെ പോയി. പിന്നെ അത് നടക്കാതെയായി. പിന്നെ അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ അതിങ്ങനെ സ്റ്റോപ്പായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകള് ആ സിനിമയുടെ ഒരു എന്താ പറയുക അനൗൺസ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 2026 സിനിമ സംഭവിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിലെ എക്കാലത്തെയും വമ്പൻ ബഡ്ജറ്റ് മൂവിയാവും. ഒരുപാട് നല്ല നല്ല ടെക്നീഷ്യൻസാണ് അതിൽ പ്രവർത്തിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കൊരു ചെറിയൊരു തിരുത്ത് അതിലുണ്ട്. അതായത് MT സാറ് നമ്മുടെ ലാലേട്ടനെ വെച്ചായിരുന്നു, അതായത് ആ ഭീമൻ എന്ന ക്യാരക്ടർ നമ്മുടെ ലാലേട്ടനായിരുന്നു അദ്ദേഹം മുന്നിൽ കണ്ടിരുന്നത്. പക്ഷേ ഞാൻ നമ്മുടെ ലാലേട്ടനെ ആ ഒരു ക്യാരക്ടറിലോട്ട് ഒരിക്കലും ആപ്റ്റല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളതിനോട് യോജിക്കോ ഇല്ലേ എന്നുള്ളത് ഒന്ന് പറയണം. വേറെ ഒന്നുമല്ല, ഞാനൊരു മമ്മൂക്ക ഫാനാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു രീതിയിൽ സംസാരിക്കല്ല. കാരണം നമുക്കറിയാം ചരിത്രവേഷങ്ങൾ ചെയ്യുമ്പോൾ അതിന് മെയിനായിട്ട് വേണ്ട സംഭവങ്ങൾ ഒന്ന് ഒരു എന്ത് ക്യാരക്ടറാണോ, പ്രത്യേകിച്ച് അധികം വരുന്ന ക്യാരക്ടർ ഈ രാജാവിൻ്റെയോ അല്ലെങ്കിൽ പടനായകന്മാർ അങ്ങനെയുള്ള അതിന് നല്ല ബോഡി ഷേപ്പ്, നല്ല എന്താ പറയുക ഒരു ആകാര വെടിവ്, ശബ്ദം, ഗാംഭീര്യം, ഇതൊക്കെ മെയിനായ സംഭവമാണ്. ഈ പറഞ്ഞ സംഭവം ലാലേട്ടന് നല്ല ശരീരപ്രകൃതിയൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗാംഭീര്യമുള്ള ഒരു ശബ്ദമോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ ആയ ക്യാരക്ടർ അദ്ദേഹത്തിന് പറ്റില്ല. നമുക്കത് അറിയാം. മുമ്പ് വന്ന മരക്കാർ ആ സിനിമ ആദ്യം പ്ലാൻ ചെയ്തത് നമ്മുടെ മമ്മൂക്കയെ വെച്ച് നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ പ്ലാൻ ചെയ്ത മൂവി, അതായത് ഓഗസ്റ്റ് സിനിമാസിൻ്റെ ബാനറിൽ ഒരു വമ്പൻ ബഡ്ജറ്റായിട്ട് വരേണ്ട മൂവിയായിരുന്നു നമ്മുടെ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമ. പക്ഷേ പ്രിയദർശൻ അത് പെട്ടെന്ന് അവരെ തറക്കാതിന് പേരിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി കുഞ്ഞാലി മരക്കാർ എന്ന സിനിമ ചെയ്തു. അത് മലയാള സിനിമ കണ്ട എക്കാലത്തെയും വമ്പൻ ഫ്ലോപ്പുകൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ വാലിബൻ, അതുപോലെ തന്നെ ഈ അടുത്തിറങ്ങിയ തെലുങ്ക് പടം, ലാലേട്ടൻ തെലുങ്ക് പടത്തിൽ അഭിനയിച്ച വൃഷഭ, അതിലുള്ള ക്യാരക്ടറൊക്കെ ഒരു രാജാവ് പോയിട്ട് നമുക്ക് എന്തോ ഒരു നാടകം അഭിനയിക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ ശബ്ദം നമുക്കറിയാം. വളരെ ഒരു എന്താ പറയുക ഒരു അങ്ങനെയുള്ള ഒരു പുള്ളിയുടെ ശബ്ദം എന്ന് പറയുക ഒരു പതിഞ്ഞ രീതിയിലുള്ള ശബ്ദമാണ്. അതൊരു എന്താ പറയുക ഈ ഭീമനോ അല്ലെങ്കിൽ മറ്റുള്ള എന്താ ഒരു ചരിത്ര പുരുഷന്മാരെ ഒന്നും അഭിനയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലുള്ളതല്ല. ഇത് ഞാനൊരു എന്താ പറയുക ഒരു വിരോധമായിട്ട് പറയല്ല. കാണുന്ന അല്ലെങ്കിൽ ഒരുപാട് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ക്യാരക്ടർ കണ്ട ഒരുപാട് മലയാളികൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, ചരിത്ര കഥാപാത്രങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് പറ്റും. അതൊക്കെ ചെയ്ത് ഞാനൊരു മമ്മൂക്ക ഫാനായിട്ടായാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറയുകയാണ്. നമ്മുടെ പഴശ്ശിരാജ, വടക്കൻ വീരഗാഥ, അതുപോലെ തന്നെ 1921 നമ്മുടെ ഖാദർ, അങ്ങനെ ഒരുപാട്, അതുപോലെ യാത്രാ സിനിമ, തെലുങ്ക് സിനിമ യാത്രയിലെ YSR, അങ്ങനെ ഒരുപാട് അതുപോലെ അംബേദ്കർ, ഇങ്ങനെയുള്ള ക്യാരക്ടർ പഴയ ചരിത്ര പുരുഷന്മാരെ ക്യാരക്ടറൊക്കെ ചെയ്യാൻ അത് മമ്മൂക്ക എന്ന ആ ഒരു അതുല്യ പ്രതിഭയ്ക്ക് മാത്രമേ കഴിയൂന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനോട് യോജിക്കുമെന്നാവും എൻ്റെ ഒരു ഉറപ്പ്. കാരണം അദ്ദേഹം ചെയ്തു വെച്ച ഒന്നും ഫ്ലോപ്പ് എന്നൊരു സംഭവത്തിലെത്തില്ല. അതും ഒരു നിർമ്മാതാവിന് നഷ്ടമായിട്ടും വന്നില്ല. പിന്നെ മാമാങ്കം എന്നൊരു സിനിമ വന്നു, അതൊരു പരാജയ ചിത്രമായിരുന്നു. പക്ഷെ അതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. അത് മമ്മൂക്കയുടെ ഒരു കാരണമല്ല. കാരണം അത് നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. അത് നമ്മുടെ അതിൻ്റെ ഡയറക്ടറെ മാറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി തട്ടിക്കൂട്ട് രീതിയിൽ ചെയ്തപ്പോൾ അത് ഒരു വളരെ മോശമായ ഒരു ചിത്രം. എന്നാൽ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാതെ സെക്കൻഡ് ഹാഫിൽ അത് കയ്യിൽ നിന്ന് പോയി. പക്ഷേ ബാക്കിയുള്ള ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം ചെയ്ത ക്യാരക്ടർ
ഞാൻ എന്ന് ഞാനിത് പറയുന്നത് നമ്മുടെ രണ്ടാം ഊഴത്തിൽ മമ്മൂക്ക ചെയ്യണമെന്നല്ല പറയുന്നത്. കഴിവുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്, പക്ഷെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, ഓക്കെ. പക്ഷെ ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഒരിക്കലും നമ്മുടെ ലാലേട്ടനെ കൊണ്ട് ചെയ്താൽ അദ്ദേഹത്തിന് അത് എടുത്താൽ പൊങ്ങാത്തൊരു സംഭവമാവും എന്നുള്ളത് 100-ൽ 110% ഉറപ്പുള്ള ഒരു ആളാണ് ഞാൻ. അത് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിനെ കൊണ്ട് കഴിയൂല അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അദ്ദേഹത്തിന് മലയാളത്തിൽ നല്ല പുലിമുരുകൻ പോലെ അങ്ങനെയുള്ള മാസ് പടങ്ങൾ ചെയ്യുക, അല്ലാതെ ഇങ്ങനെയുള്ള ചരിത്ര കഥാപാത്രങ്ങളെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. നമുക്കതൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. സത്യം, അതൊരു കോമഡി ആയിട്ട് എന്തൊക്കെയാണ് അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് പോലെ തോന്നി. അതുകൊണ്ട് അങ്ങനെ വെറുപ്പിക്കാനായിട്ട് ഈ രണ്ടാം ഊഴം എടുത്ത് വെക്കരുത് എന്നൊരു അപേക്ഷ ഉണ്ട്. നല്ല രീതിയിൽ നല്ല ടെക്നീഷ്യൻസിനെ വെച്ച്, നല്ല നായകന്മാരെ വെച്ച് ആ ഒരു ചിത്രം അത് ചെയ്യാൻ കാലിബറുള്ള ഒരാളെ വെച്ച് ചെയ്യിക്കണം. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ സിനിമ ചെയ്യാൻ മലയാളത്തിൽ ചെയ്യാൻ പറ്റിയൊരു സംവിധായകരാണ് നമ്മുടെ ഹരിഹരൻ സാർ തന്നെയുള്ളൂ. പിന്നെ അത് തെലുങ്കിൽ നമ്മുടെ രാജമൗലി, ഇങ്ങനെയുള്ള നല്ല നല്ല അങ്ങനെയുള്ള വൺ സംഭവം ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സിനെ ഏൽപ്പിക്കുക. അല്ലാതെ തട്ടിക്കൂട്ട് രീതിയിൽ ചെയ്തിട്ട് ആ ഒരു കഥാപാത്രത്തെ വളരെ മോശമാക്കരുതെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്തായാലും ഞാൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒന്ന് ലൈക്ക് ചെയ്ത്, ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം എനിക്ക് എൻ്റെ ഒരു പേഴ്സണലി ഞാൻ പറഞ്ഞത്, കാരണം ഞാൻ വൃഷഭ ഈ അടുത്ത് കണ്ടത് വളരെ മോശം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഇന്ത്യൻ സിനിമ കണ്ടതിൽ ഏറ്റവും വലിയ ഡിസാസ്റ്ററിലാണ് പോകുന്നത്. എന്തോ കാട്ടിക്കൂട്ടിക്കണം. അതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെയുള്ള ക്യാരക്ടറൊന്നും ദയവായി ലാലേട്ടന് കൊടുക്കരുത്. നല്ല നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരുപാട് നായകർ സ്വയം നല്ല നടന്ന് പറയുന്നവർക്ക് കൊടുക്കാതെ, നമ്മൾ കാണുമ്പോൾ അത് നല്ല നായകൻ ചെയ്യുന്നതാണെന്ന് തോന്നുന്നവർക്ക് കൊടുത്ത് നല്ലൊരു സിനിമ ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ഓക്കെ.